രോഗം വന്നാൽ നമ്മളൊക്കെ ഡോക്ടറിൻ്റെ അടുക്കിലേക്ക് പോകും. ശാരീരികമായ വേദനകളും എല്ലാം ഡോക്ടറോട് പറയുവാനായിട്ട് തയ്യാറാകും. നമ്മെ കേൾക്കുന്നതനുസരിച്ച് ഡോക്ടർ നമ്മെ പരിശോധിക്കുകയും മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുകയും മറ്റു പല ടെസ്റ്റുകൾക്ക് വിധേയമാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും ഇതുപോലുള്ള ഒരു കാര്യമുണ്ട്. ആത്മാവിൻ്റെ മുറിവുണക്കുന്ന തൈലമാണ് കുമ്പസാരമെന്ന് പറയുന്ന കൂദാശ. ആ കൂദാശയിൽ നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ വൈദികൻ്റെ അടുക്കലേക്ക് ചെന്ന് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നതാണ്. ഇനി അങ്ങനെ പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈദികൻ്റെ അടുക്കലെത്തുന്നു, പിതാവേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് നമ്മൾ പറയുകയാണ് ആദ്യം ചെയ്യുന്നത്. ആ പറച്ചിലിൽ തന്നെ വലിയൊരു ഹീലിംഗ് ആണ് സംഭവിക്കുക. കാരണം എന്താ? ഞാൻ പാപിയാണ്, കുറവുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കഴിഞ്ഞ കുമ്പസാരത്തിലെ പ്രായശ്ചിത്തമൊക്കെ നിറവേറ്റിയതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടും കൂടി നമ്മൾ പാപങ്ങളൊക്കെ ഏറ്റുപറയുവാനായിട്ട് തുടങ്ങിയാണ്. സ്നേഹമുള്ളവരെ, ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായിട്ട് പാപങ്ങളൊക്കെ നമുക്ക് ഏറ്റുപറയുവാനായിട്ട് ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവാം. ഓർക്കുക, കുമ്പസാരക്കൂടെന്ന് പറയുന്നത് ഒരു പരാതിക്കൂടല്ല. കാരണം എന്താ? കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നിട്ട് വൈദികൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവൾ മൂലം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നു കഴിയുമ്പം ഇതൊരു പരാതിക്കൂടായിട്ട് മാറുന്ന ഒരവസ്ഥ, നമുക്ക് ഹീലിംഗ് കിട്ടുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ആലോചിച്ചു, പ്രാർത്ഥിച്ചു, നന്മകളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞു, അങ്ങനെ ശരിയായ അനുതാപത്തോടെ വൈദികൻ്റെ അടുക്കലേക്ക് എത്തുക. അങ്ങനെ പാപങ്ങളൊക്കെ ഏറ്റുപറയുന്ന ഒരു സമയം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അവസാനം പാപങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് നാം വൈദികനെ അറിയിക്കുകയും ചെയ്യുന്നു. ആ അവസരത്തിൽ നമ്മൾക്ക് നൽകുന്ന ഉപദേശങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കണം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കറിയാലോ, ഒരു വൈദികൻ്റെ യോഗ്യതയല്ല, മറിച്ച് യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.